കേന്ദ്ര സർക്കാരും മോദി ഗവൺമെൻറ്റും അതേപോലെ സംഘപരിവാറിൻ്റെ BJP ഏറ്റവും കൂടുതൽ കൊട്ടി ആഘോഷിച്ച സംഭവമാണ് സൗത്ത് ഗ്ലോബൽ AI സമ്മിറ്റ് ഡൽഹിയിൽ വെച്ച് കാണുന്നത്. അതിൻ്റെ മുഴുവൻ സംഭവം, അതിൻ്റെ പ്രഭ മുഴുവൻ ഒറ്റ ഇഷ്യൂവിന് താഴെ പോയി. ഗഗലോട്ടിയ യൂണിവേഴ്സിറ്റി ചൈനീസ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ ഇൻ്റഗ്രേറ്റഡ് ഓൺ പ്രൊഡക്ഷനാന്ന് പറഞ്ഞതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പം എൻ്റെ വീഡിയോ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം 20-22 വർഷമായിട്ടുള്ളൂ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട്. തുടക്ക സമയത്ത് വലിയ സംഭവമായിരുന്നു. കപിൽ സിബൽ മന്ത്രി HRD മിനിസ്റ്റർ ആയ സമയത്താണ് ഇത് തുടങ്ങുന്നത്. അപ്പം ആ തുടക്ക സമയത്ത് ഇതിനൊരു ഖ്യാതി ഉണ്ടായിരുന്നു, ഇതിനൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പല ആൾക്കാരും സ്റ്റാർട്ട് ചെയ്തു, പല ആൾക്കാർ സക്സസ് ആയി. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മുറുക്കാൻകട പോലെ തന്നെ എല്ലാ ആൾക്കാരും അവിടെ ഇവിടെ സ്ഥലമുള്ള ഈ കാരണം ഇഷ്ടം പോലെ ധനികന്മാരായിട്ടുള്ള ആൾക്കാർ സ്ഥലമുള്ളവരൊക്കെ ഓരോ പേരിലും ഓരോ വീട്ടുപേരിലും ഓരോ അപ്പൻ്റെ പേരിലും അമ്മയുടെ പേരിലും ഒക്കെ പല യൂണിവേഴ്സിറ്റികളും തുടങ്ങി. ആ സെയിം സമയത്താണ് ഇന്ത്യയിലുണ്ടായൊരു സംഭവം. അതായത് വിദേശത്ത് പോയി പഠിക്കുക. ഈ സംഭവം വലിയ ട്രെൻഡായിട്ടങ്ങ് മാറി. അതായത് നിങ്ങൾക്കറിയാം, പിന്നെ H1B വിസയുടെ ഇഷ്യൂ അന്ന് വളരെ അമേരിക്കയിൽ പോയി ജോലി ചെയ്യാൻ പഠിച്ചിട്ട് അവിടെ ജോലി പോകും വലിയ പിന്നീട് അത് വലിയ സ്കാമായിട്ട് അമേരിക്ക അത് ബാൻ ചെയ്യുന്നു, ഒരു ചാർജ് ഉണ്ടാക്കുന്നു. മനസ്സിലാക്കുക, അർബൻ സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള ഈ യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുറന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ പോലെ അല്ല, ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ. നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് IIT ആണെങ്കിൽ IIM ആണെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഒക്കെ ഉണ്ടാക്കിയത്. ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണ് ഇന്ത്യൻ ടാലൻ്റ് എന്ന് പറഞ്ഞ ഗ്ലോബലി അക്സെപ്റ്റൻസ് ആയത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തള്ളും, അതേപോലെ തന്നെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേർ വിദേശ രാജ്യങ്ങളിലോട്ട് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന അതേ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വിദേശ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ജോലി കിട്ടും. ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഇന്ത്യയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചാൽ എവിടെ പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളും കഠിനമായ സംഭവമാണ്. കാരണം നടക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ടാണ് ഈ പേരൻസ് ഇവിടെ മുടക്കുന്ന അത്രയും പണം അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, പേരൻസിൻ്റെ കാണും. അവരെന്ത് സിമ്പിളായിട്ട് ഈ പണം എടുക്കുന്നു, ഈ കുട്ടികളെ വിദേശത്തോട്ട് വിടുന്നു. അങ്ങനെയാണ് എല്ലാ വർഷവും ഏകദേശം 3-4 ലക്ഷം പേര് കുട്ടികളെ വെച്ച് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ അത് വലിയ രീതിയിൽ കൂടി അർബൻ സെൻറ്ററുകളിൽ നിന്നാണ് ഈ കുട്ടികൾ മുഴുവനും വിദേശത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉണ്ട്, സ്റ്റേറ്റിൻ്റെ ഉണ്ട്. അത് ഒരു ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് അഡ്മിഷൻ ബേസിലാക്കിയിട്ട് മനസ്സിലാക്കുക. ഇന്ത്യയിലെ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. MBBS സീറ്റ് പോലും വേക്കൻ്റ് ആയിട്ട് കിടക്കുക, പണം കൊടുത്ത് കയറാവുന്നത്. കാരണം കുട്ടികളില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറയാം. ജമ്മുവിൽ ഒരു ഹിന്ദു പേരുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അവർ മെഡിക്കൽ കോളേജ് തുടങ്ങി. ഏകദേശം 100ഓളം മെഡിക്കൽ സ്റ്റുഡൻസിനെ അവർക്ക് എടുക്കാം. നോക്കുക, ഈ 4ഓളം ഹിന്ദു സ്റ്റുഡൻസേ ഉള്ളൂ അപ്ലൈ ചെയ്യാൻ. അത് ഓൾ ഇന്ത്യയാണ് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം മുസ്ലിം കുട്ടികളാണ് വന്നത്. എന്താ വന്നത്? കാരണം കുട്ടികളില്ല. ഇതാണ് അതിൻ്റെ കാര്യം. കാരണം അവർക്ക് വിദേശത്തോട്ട് പോവുക, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുണ്ട്. ഇത്രയും പണം കൊടുത്തു കഴിഞ്ഞാൽ വിദേശത്ത് ഈസി ആയിട്ട് പോയി പഠിക്കുക. അല്ലെങ്കിൽ റഷ്യയിൽ പോയി പഠിക്കാം, ചൈനയിൽ പോയി പഠിക്കാം, ഉക്രൈനിൽ പോയി പഠിക്കാം, പോളണ്ടിൽ പോയി പഠിക്കാം. അവർക്കവിടെ ജോലിയും അവർക്ക് അവരുടെ ഫീസ് മറ്റുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ്. കുറച്ചധികം പണമുണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കാം. പിന്നെന്തോനെ ഈ ഏറ്റവും മോശമായ ഫാക്കൽറ്റി കൊണ്ട് റൺ ചെയ്യുന്നു. തുടക്കത്തിൽ നല്ല ഫാക്കൽറ്റി ആയിരുന്നു ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ. അശോക യൂണിവേഴ്സിറ്റി നല്ല, ഗിൽഗോട്ടിയ SRG SRM പല ഇഷ്ടംപോലുണ്ട് സാധനം. ഇതെല്ലാം തരികിടയാണ്. എൻ്റെ പല ആൾക്കാരും കേരളത്തിൽ നിന്ന്
അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല യൂണിവേഴ്സിറ്റിയെ പറ്റി ചോദിക്കാറുണ്ട്. പഞ്ചാബിലെ ചില യൂണിവേഴ്സിറ്റി, രാജസ്ഥാനിലെ ചില യൂണിവേഴ്സിറ്റി, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഗവൺമെൻറ്റും അത് ഗവൺമെൻറ് റൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർ എപ്പോഴാണ് നിർത്തുന്നത് പോലും പറയാൻ പറ്റത്തില്ല. കാരണം എക്സാമിനേഷൻ മുഴുവനും ചീറ്റിംഗ് ആണ്. ഈ കുട്ടിക്ക് പഠിച്ചതോ പഠിക്കാത്തതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പണം കൊടുത്ത് കയറുന്നു. ഇവർക്കറിയാം അവരുടെ മക്കൾക്ക് ഫർദറായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റില്ല, അത്ര ടാലൻ്റ് ഒന്നും അല്ല. എന്നാലും അവിടെ ഇരിക്കട്ടെ. ഈ പറയുന്ന മാർക്കറ്റിങ്ങും ഇവർ പറയുന്ന സ്വപ്നങ്ങളും എല്ലാം കാണിച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ടിരുത്തുന്നു. അതും ഒരു മനസ്സിലാക്കുക, ഗൽഗോട്ടി യൂണിവേഴ്സിറ്റി 17,000 കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇത് വിട്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞപ്പം അവിടെ 1000-ലധികം പോലും കുട്ടികളില്ല. ഇഷ്ടം പോലെ ബ്രാഞ്ചുകളും പരിപാടിയും ഒക്കെ ഉണ്ട്. വലിയ ബിൽഡിംഗാണ്. ഫാക്കൽറ്റി ഏറ്റവും മോശം. അപ്പം അതിനെങ്ങനെയും PR ചെയ്ത് അതിൻ്റെ കുട്ടികളെ കൊണ്ടുവരണം. അതിനവരെല്ലാ വൃത്തികേടും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഈ പറയുന്ന ഈ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏറ്റവും കൂടുതലും മലയാളി കുട്ടികളെ കൊണ്ടാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നെങ്ങനെ അവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആളില്ല. എഞ്ചിനീയറിംഗ് കോളേജിലെ ആൾ കേരളത്തിനേക്കാളും കഷ്ടമാണ് അവിടുത്തെ കാര്യം. കാരണം അത്രമാത്രമേ ഉള്ളൂ കുട്ടികൾ. ബാക്കിയെല്ലാം വിദേശത്ത് പോവുകയാണ്. കാരണം ഇവിടെ പ്രതീക്ഷയില്ല. ജോലി എന്ത് കിട്ടും? ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ ഇവിടം വിട്ടു പോവുക. ഇതുപോലെ എത്രയോ യൂണിവേഴ്സിറ്റികൾ അടച്ചുപോയി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പലയിടത്തും കുട്ടികളില്ല. ഡൽഹിയിൽ 7,000 സീറ്റുകളാണ് ഗ്രാജുവേഷൻ്റെ, ഗവൺമെൻറ്റിൻ്റെ സീറ്റുകളാണ് വേക്കൻ്റായിട്ട് കിടക്കുന്നത്, ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ. അതിന് പോലും ആളുകളില്ല. ആ സ്ഥിതിയാണ്. നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ വിശ്വസിക്കാം. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണെങ്കിൽ നോർത്ത്, ഇപ്പം മഹാരാഷ്ട്രയിൽ വിശ്വസിക്കാം, ഗുജറാത്തിൽ വരെ വിശ്വസിക്കാം. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുഴുവനും കളിപ്പീരും കബളിപ്പീരുമാണ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും കള്ളു കച്ചവടക്കാരനൊക്കെ കുറച്ച് പണവും കുറച്ച് ദാതാഗിരിയും കാണിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു. അവിടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഫോക്കസ്ഡ് ഒന്നും അല്ല. പക്ഷെ സൗത്ത് ഇന്ത്യ നേരെ വിപരീതമാണ്. അപ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വിശ്വസിക്കാം. നോർത്ത് ഇന്ത്യ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഗവൺമെൻറ്റിൻ്റെ മാത്രം. ഇപ്പം IIT ആണെങ്കിലും മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അല്ലാതെ ഒറ്റ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് എനിക്കറിയാവുന്ന വസ്തുതയാണ്. കാരണം ഇവിടെ ഒന്നും കുട്ടികളൊന്നുമില്ല. ഇതെല്ലാം അടച്ചു പൂട്ടാൻ പോവുക. എങ്ങനെയാണിത് വന്നത്? അതിൻ്റെ 4 ഇരട്ടി വേഗതയിലാണ് അടയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കാണിക്കുന്ന എക്സലൻസ് അവാർഡ്, പ്രധാനമന്ത്രി കൊടുക്കുന്ന അവാർഡ്, സീനിയർ ക്യാബിനറ്റ് മന്ത്രിമാർ കോൺവൊക്കേഷനിൽ വരുന്നു, അവർ സീനിയർ BJPയുടെ ലീഡർ മുഖ്യമന്ത്രി വരുന്നു, യോഗി ആദിത്യനാഥ് വരുന്നു. ഇങ്ങനെ വലിയ വലിയ ഫോട്ടോ ഒക്കെ വെച്ച് കാണിച്ചേക്കും. അവരൊക്കെ വരുന്നുമുണ്ട്. അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു പുല്ലും അറിയത്തൊന്നും. ഇവരൊക്കെ പൊളിറ്റിക്കലി കണക്റ്റഡ് ആണ്. പക്ഷെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇതേപോലെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആരാണ്, എങ്ങനെയാണ്, ഏതാണ്. ഈ പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഈ കാര്യത്തിൽ വിശ്വസിക്കരുത്. നല്ലൊരു ശതമാനം, 90% കബളിപ്പീരാണ്. ഇതിനകത്ത് എനിക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ താങ്ക്സ് ടു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇവിടെ ഏറ്റവും നന്ദിയോട് ഓർക്കേണ്ടത് കാത്തലിക് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ ഈ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് വൃത്തിയായി അവരെ അവിടെ മോൾഡും ഷേപ്പും എടുത്തു ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അവർ ഈ പറഞ്ഞ കള്ളത്തരവും ചൈനീസ് സാധനം ഒരു പ്രോഡക്റ്റും ആരെയും ക്ലെയിം ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ അവസാനം അവരെ കൺവേർട്ടഡാണ്, അതാണ് ഇതാണ് നിങ്ങൾ പറയുമ്പോൾ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ്റെ അർബൻ എഡ്യൂക്കേഷൻ മാറ്റിയെടുത്തതും ഇന്ത്യയുടെ റൂറൽ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തതും ഈ പറയുന്ന കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിസ്ത്യൻ മിഷണറിമാരുമാണ്. അത് മറക്കരുത്. അതിനെ ഈ കോലത്തിലാക്കിയത് ചൈനീസ് സാധനം മേടിച്ച കള്ളത്തരവും കപടതയാക്കിയതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ചോണം. 8ാം ക്ലാസ് പാസ്സാകാത്ത ഒരാൾ 2 MA ഉണ്ട്, 3 MA ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നു. അയാൾ പ്രധാനമന്ത്രിയായിരിക്കും. ഇതൊക്കെ സംഭവിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ 8ാം ക്ലാസ് എങ്കിൽ 8ാം ക്ലാസ്, പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ആ രീതിയിൽ പോകേണ്ടതിനെ കപടതയോട് ഒരു കള്ളം പറയാൻ 100 കള്ളത്തരം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും വരാനുള്ള സംഭവം ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് പറയേണ്ടത്. ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് കണ്ടിന്യൂവേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ തെറ്റ് തിരുത്തി എന്താണ് സംഭവിച്ചത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് പിന്നെ ആരും കാണിക്കാൻ മെനക്കെടുത്തില്ല.
ഇതും കൂടാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത്. അതാണ് നോർത്ത് ഇന്ത്യ എഡ്യൂക്കേഷൻ ഇത്രയും തകർന്ന് നാശമായതിൻ്റെ കാരണം. അതായത് ഇപ്പോൾ അർബൻ എഡ്യൂക്കേഷനെ പോലും തകർക്കുന്ന രീതിയിലോട്ടാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നതിൻ്റെ കാരണം. ഈ പറയുന്ന ഫോട്ടോയും എക്സലൻസും അതും ഇതും ഗവൺമെൻറ് അവാർഡും കള്ളത്തരവും കപടതയും വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ജനറേഷനെയാണ് നശിപ്പിക്കുന്നത്. അതിൽ ചെന്ന് വീഴരുതെന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയുവാനുള്ളത്.